ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണ തത്വനിരൂപണത്തിൽ ശ്രീരാമ സീതാലക്ഷ്മണന്മാർ പഞ്ചവടിയിലേക്ക് യാത്ര പുറപ്പെടുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവിടെ മുതൽ നമുക്ക് പുനരാരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകി ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. അപ്പോൾ സീതാലക്ഷ്മണന്മാരോട് കൂടിയിട്ട് പഞ്ചവടി മാർഗത്തിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഏതാണ്ട് പഞ്ചവടിക്ക് അടുത്ത് എത്താറായപ്പോൾ മാർഗമധ്യത്തിൽ പർവ്വതം പോലുള്ള ഏതോ ഒരു സത്വം കിടക്കുന്നത് കണ്ടു എന്നാണ് അവർ. അപ്പോൾ ആകൃതി കൊണ്ട് പർവ്വത സമാനമാണെങ്കിലും പർവ്വതമാണെന്ന് വിചാരിക്കാൻ വയ്യ എന്നാണ്. ചില അവയവങ്ങളൊക്കെ ഉണ്ട്, ചലനമുണ്ട്, അതിനാൽ പർവ്വതമല്ല, ഒരു ജീവിയാണ് എന്ന് മനസ്സിലായി. പക്ഷേ എന്തൊരു ജീവിയാണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നാണ്. രാക്ഷസന്മാർക്ക് പല പല ഗൂഢതന്ത്രങ്ങളും ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ചില തന്ത്രം പ്രയോഗിച്ച് കിടക്കുന്ന ഏതോ രാക്ഷസനായിരിക്കണം എന്ന് തോന്നിയ ഭഗവാൻ ഉടനെ ലക്ഷ്മണനോട് വില്ലും ശരങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ മുനിപക്ഷയനായിട്ടുള്ള ഈ രാക്ഷസനെ ഇപ്പോൾ തന്നെ കൊല്ലണം എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയാക്രാന്തനായ ജടായു വേഗത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ വണങ്ങി എന്നാണ്. താൻ ദശരഥ മഹാരാജാവിൻ്റെ ചിരകാല സുഹൃത്തായിരുന്നു എന്നും വളരെ കാലമായിട്ട് പഞ്ചവടിയിലെ താമസിച്ചു വരികയാണെന്നും ഗൃദ്ധവർഗത്തിൽപ്പെട്ടവനാണെന്നും ജടായു എന്നാണ് എൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല പഞ്ചവടിയിൽ തന്നെ താമസം ഉറപ്പിക്കാൻ പോകുന്ന ശ്രീരാമനും തന്നെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉപയോഗങ്ങൾ ഉണ്ടാവുമെന്നും കൂടി പറഞ്ഞു ജടായു എന്നാണ്. അപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി. നല്ല വാക്കുകളെ കൊണ്ട് ജടായുവിനെ സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. ജടായുവിനെ അവിടെ തന്നെ താമസിക്കാൻ നിർദ്ദേശവും കൊടുത്ത് ഭഗവാൻ പിന്നെയും മുമ്പോട്ട് പോയി എന്നാണ്. അപ്പോൾ പാവനമായിട്ടുള്ള പഞ്ചവടി വനത്തിൻ്റെ മധ്യത്തിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഗോദാവരി നദിയുടെ വടക്കേ കരയിൽ അവരെത്തിച്ചേർന്നു. അവിടെ അന്ന് വിശ്രമിച്ചു. അവിടെ തന്നെ താമസം ഉറപ്പിക്കാനും അവർ തീർച്ചപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ലക്ഷ്മണൻ്റെ വിദഗ്ധമായിട്ടുള്ള കൗശലങ്ങളുടെ പ്രതീകങ്ങളായിട്ട് 2 പർണശാലകൾ അവിടെ നിർമ്മിച്ചു എന്നാണ്. ഒന്നിലെ ഭഗവാനും സീതാദേവിയും താമസം ഉറപ്പിച്ചു, മറ്റേതിൽ ലക്ഷ്മണനും. അപ്പോൾ നരഭുക്കുകളായിട്ടുള്ള രാക്ഷസന്മാരുടെയും ഭയങ്കരങ്ങളായ കാട്ടുമൃഗങ്ങളുടെയും മധ്യത്തിൽ പറയത്തക്ക സഹായികളൊന്നുമില്ലാതെ സുരക്ഷിതത്വമല്ലാത്ത പർണശാലയിൽ സമാധാനത്തോടു കഴിച്ചുകൂട്ടുക എന്നുള്ളത് എത്ര വിഷമം പിടിച്ചൊരു കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്കിലും സത്യമാകുന്ന പോർച്ചട്ടയണിഞ്ഞ് ത്യാഗമാകുന്ന വില്ലില് സേവനമാകുന്ന ശരം തൊടുത്ത് സന്നദ്ധരായിട്ടുള്ള ധർമ്മയോദ്ധാക്കൾക്ക് എവിടമാണ് സുരക്ഷിതമല്ലാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആരണ്യകാണ്ഡകത്തിൽ ഇനി വിവരിക്കാൻ പോകുന്ന അതിപ്രധാനമായിട്ടുള്ള കഥാഭാഗങ്ങൾക്ക് പറ്റിയ രംഗസജ്ജീകരണമാണ് ഇത്രയും കഥ പറഞ്ഞതിലൂടെ ഇവിടെ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അയോധ്യ കഴിഞ്ഞാൽ പിന്നെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയാണ് രാമായണത്തിലെ അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു രംഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കഥയുടെ പൂർവാർത്ഥത്തിൽ അല്ലെങ്കിൽ പൂർവാർത്ഥത്തിൻ്റെ രംഗം എപ്രകാരം അയോധ്യയാണോ അതുപോലെ ഉത്തരാർത്ഥത്തിൻ്റെ രംഗം പഞ്ചവടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പൂർവാർത്ഥത്തിലെ മർമ്മം കുസൃതിക്കാരത്തിയായ മന്ദരയാണെങ്കിൽ ഉത്തരാർത്ഥത്തിലെ മർമ്മം കാമാന്ധയായ ശൂർപ്പണകയാണ് എന്നുള്ളതാണ്. അപ്പോൾ പൂർവാർത്ഥം മുഴുവൻ മന്ത്രഹേതുവായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഉത്തരാർത്ഥം മുഴുവൻ ശൂർപ്പണഖ ഖേതുവായിട്ടാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പൂർവാർത്ഥത്തിൻ്റെ ഈ ബീജാഭാവം അയോധ്യയിലാണെങ്കിൽ ഉത്തരാർത്ഥത്തിൻ്റെ ബീജാഭാവം പഞ്ചവടിയിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനാൽ ഇനി തുടർന്നുള്ള കഥയുടെ മുഴുവൻ തന്നെയും ബീജം പഞ്ചവടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനാൽ അതിപ്രധാനമായിട്ടുള്ള രംഗമാണ് പഞ്ചവടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രംഗത്തിൻ്റെ ആവിഷ്കാരണമാണ് ആരണ്യകാണ്ഡത്തിൽ ഇത്രയും നേരം പറഞ്ഞ കഥാഭാഗം കൊണ്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താത്വിക വശം കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. അപ്പോൾ ചിത്രകൂടത്തിൽ താമസിക്കുന്നത് കൊണ്ട്
ക്ലേശ നിവൃത്തിക്ക് വേണ്ടിയായിരുന്നുവല്ലോ ശ്രീരാമൻ ദണ്ഡകവനത്തിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ദണ്ഡകവനത്തിൽ കടന്ന ഉടനെ ആദ്യം കണ്ടത് വിരാധനെയാണ് അല്ലേ. കണ്ട ഉടനെ തന്നെ വിരാധൻ ശ്രീരാമനെ ഒന്നിച്ച് വിഴുങ്ങാനാണ് പുറപ്പെട്ടത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് വിരാധനെ കൊന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അപ്പോൾ സംസാരത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിയാൽ കഴിഞ്ഞു. പലതരത്തിലുള്ള ചുമതലകൾ വന്നു തന്നെ ഒട്ടാകെ വിഴുങ്ങും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത്. അപ്പോൾ കുറച്ച് തൻ്റെ ഇടമില്ലെങ്കിൽ അതിൽ വീണ് നശിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയണേ. അപ്പോൾ പലതരത്തിലുള്ള ചുമതലകളുടെ സമുച്ചയത്തെയാണ് ഇവിടെ വിരാധനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ തത്വം. അപ്പോൾ തൻ്റെ ചുമതല ബ്രഹ്മനിഷ്ഠയും ആത്മസാക്ഷാത്കാരവും മാത്രമാണെന്നും ബാക്കിയെല്ലാം പ്രാരാബ്ധമാണെന്നും ഓർമ്മയില്ലെങ്കിൽ വിരാധൻ വിഴുങ്ങിയത് തന്നെ എന്നുള്ളതാണ്. അതായത് ഗൃഹ കുടുംബ ധന സമ്പദാദി ചുമതലകളിൽ മുഴുകി നശിച്ചു പോകും എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിരാധനെ കൊന്നു നോക്കിയപ്പോൾ അവൻ രാക്ഷസനല്ല, വിദ്യാധരനാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. അപ്പോൾ വിവേകം കൊണ്ട് സംസാരത്തിലെ ചുമതലകളെ തട്ടി നീക്കിയപ്പോൾ പരമാർത്ഥത്തിൽ തൻ്റെ ചുമതല ബ്രഹ്മവിദ്യാധാരണം മാത്രമാണെന്നും ബാക്കിയെല്ലാം ഭ്രാന്തി കൊണ്ട് തോന്നപ്പെട്ടതാണെന്നും ബോധ്യമായി എന്നാണ്. അപ്പോൾ വിരാധനെ കൊന്നതുകൊണ്ട് പിന്നെ എത്രയോ താപസികളെ കാണാനും അവരിൽ നിന്ന് പലതും ഗ്രഹിക്കാനും സാധിച്ചു അല്ലേ. അതായത് ലോകബന്ധങ്ങളിൽ കുടുങ്ങാതെ ആത്മവിദ്യാധാരണം ചെയ്തതുകൊണ്ട് പിന്നീട് സത്സംഗം സാധിച്ചു എന്നാണ് പറയണേ. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നിന്ന് പല തത്വങ്ങളെയും ഗ്രഹിക്കാനും സാധിച്ചു അല്ലേ. അപ്പോൾ എല്ലുകളുടെയും ശിരസ്സുകളുടെയും കൂമ്പാരത്തെ അവർ കാണിച്ചു കൊടുത്തു എന്ന് നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞു പോയ കോടാനുകോടി ജന്മങ്ങളും ഈ ജന്മങ്ങളിലെ ശരീരാസ്ഥികളും ശിരകപോലങ്ങളും ഒരിടത്ത് കൂടിച്ചേർന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര അനവധി അസ്ഥികളെയും ശിരസ്സുകളെയും കിട്ടിയിട്ടും അവയെല്ലാം ഉപേക്ഷിച്ചിട്ടും തനിക്ക് ഇതുവരെ മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും ചില എല്ലിൻ കഷ്ണങ്ങളിലും തലയോടിന്മേലും അഭിമാനിച്ചും അഹങ്കരിച്ചും കഴിയുകയാണെന്നും ഇവ താമസിയാതെ പോകുന്നതാണെന്നും നമ്മളെ ഉത്ബോധിപ്പിച്ചു എന്നുമാണ് ഈ പറഞ്ഞ കഥയുടെ താല്പര്യം തന്നെ. അപ്പോൾ പ്രാണനും മനസ്സും നിശ്ചലമായി എപ്പോഴും തടസ്സമില്ലാതെ അമൃതസ്വരൂപിണിയായ ശാന്തിയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഗർഭകത്വം എന്നാണ് അതിന് പറയുക. അപ്പോൾ സംസാര വ്യവഹാരം കൊണ്ടും അത് നഷ്ടപ്പെടുന്നു എന്നത് തൻ്റെ അമൃതസ്വരൂപിണിയായ ശാന്തിയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ ശരഭംഗത്വം സംസാര വ്യവഹാരം കൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ശരഭംഗൻ്റെ ശരീരത്യാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്ര തന്നെ ജ്ഞാനിയോ ബ്രഹ്മനിഷ്ഠനോ ആയാലും സംസാര വ്യാപാരത്തിൽ മുഴുകിയാൽ അവൻ്റെ ചില അനുഭവങ്ങളെങ്കിലും കുറവ് വരാതെ വയ്യ എന്നുള്ളതാണ്. അപ്പം അതാണ് ദണ്ഡകാരണ്യത്തിൽ കടന്നപ്പോൾ വിരാധനെ കൊന്നു എന്നുണ്ടെങ്കിലും ലൗകിക ചുമതലകളെ അകറ്റി എന്നുണ്ടെങ്കിലും ശരഭംഗൻ ശരീരത്യാഗം ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ സത്സംഗം എല്ലാറ്റിനും നിവൃത്തി ഉണ്ടാക്കുന്ന പറയണേ. അപ്പോൾ സത്സംഗം കൊണ്ട് അതിനും നിവൃത്തി കിട്ടിയെന്നാണ്. നഷ്ടപ്പെട്ട ശാന്തി വീണ്ടെടുക്കാനായിട്ടുള്ള ഉപദേശം അവരിൽ നിന്ന് കിട്ടിയെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഗസ്ത്യ മഹർഷി രാക്ഷസവധത്തിന് വില്ലും ആവനാഴികളും വാളും കൊടുത്തുല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഉപദേശം. അപ്പോൾ പ്രണവം വില്ലും ജീവൻ ശരം അല്ലെങ്കിൽ ആവനാഴിയും ജ്ഞാനം വാളുമാണ് എന്നാണ്. അപ്പോൾ ചിത്തത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന നാമരൂപാത്മകങ്ങളായ വിക്ഷേപങ്ങൾ രാക്ഷസന്മാരുമാണ് എന്നാണ്. അപ്പോൾ വിക്ഷേപങ്ങളെ അകറ്റി ചിത്തത്തെ ഏകാഗ്രമാക്കി നഷ്ടപ്പെട്ട ശാന്തിയെ വീണ്ടെടുത്ത് അനുഭവിക്കാനുള്ള വിദ്യ തന്നെയാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ തത്വം. അപ്പോൾ ഈ വിദ്യയാണ് അഗസ്ത്യ മഹർഷി ശ്രീരാമന് കൊടുത്തതും. അപ്പോൾ അനന്തരം പഞ്ചവടിയിൽ താമസിക്കാനും പറഞ്ഞു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങി ഏകാഗ്രമായ ചിത്തം തന്നെയാണ് ഈ പഞ്ചവടി എന്ന് പറയുന്നത്. ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ജീവൻ്റെ അധ്യാത്മ സംസ്കാരം തന്നെയാണ് ജഡായു എന്നാണ്. അപ്പോൾ ജഡായുവിൻ്റെ കാവലോട് കൂടിയിട്ട് പഞ്ചവടിയിലെ സീതയെ വിനോദിപ്പിച്ചുകൊണ്ട് അവരവിടെ താമസം ഉറപ്പിച്ചു എന്നാണ്. അപ്പോൾ അയോധ്യ
അധ്യാത്മ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ബ്രഹ്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ട് തന്നെ ഏകാഗ്രമായ ചിത്ത കൊണ്ടും ശാന്തി സുഖത്തെയും നുകർന്ന് പ്രാരാബ്ധത്തെ അനുഭവിച്ചു എന്നാണ് അതിനർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഏറ്റവും നിഗൂഢമായ തത്വരഹസ്യങ്ങളോട് കൂടിയതാണ് ആരണ്യകാണ്ഡത്തിലെ ഈ പറയപ്പെട്ടിടത്തോളം കഥാഭാഗങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായൊരു വേദാന്ത പ്രകരണമാണ് ഇനി അടുത്ത പ്രതിപാദനം എന്നുള്ളതാണ്. അപ്പോൾ പുരാണ ഇതിഹാസങ്ങൾ പ്രായേണ വേദാന്ത പ്രകരണങ്ങളാണ് എന്ന് നമുക്കറിയാമെങ്കിലും കഥാരൂപത്തിലാകയാൽ വേദാന്ത തത്വം കഥകളിലെ അന്തർലീനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രത്യക്ഷമായി തന്നെ വേദാന്ത പ്രകരണങ്ങളെ പ്രതിപാദിക്കുക എന്നത് പുരാണ ഇതിഹാസങ്ങളുടെ ഒരു സമ്പ്രദായമാണ് എന്നാണ്. ആ പാരമ്പര്യത്തെ പുരസ്കരിച്ചുകൊണ്ടാണ് ഇവിടെയും ലക്ഷ്മണോപദേശം എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്ന വേദാന്ത പ്രകരണം അതിൻ്റെ സ്വരൂപത്തെ നമുക്ക് ഒന്ന് അനുസ്മരിക്കാം. അപ്പോൾ പാവനമായിട്ടുള്ള പഞ്ചവടി ഭൂമിയിൽ ഗോദാവരി തീരത്ത് സീതാലക്ഷ്മണന്മാർ ബാധയൊന്നും കൂടാതെ സുഖമായിട്ട് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ലക്ഷ്മണൻ നല്ല സന്ദർഭം നോക്കി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വണങ്ങി ഇപ്രകാരം ചോദിച്ചു എന്നാണ്. ഇത് വളരെ പ്രസക്തിയുള്ളൊരു ഭാഗമാണ്. ലക്ഷ്മണോപദേശം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന വേദാന്ത പ്രകരണമാണ്. അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, സംസാരത്തിൽ മോക്ഷമാർഗത്തിനുള്ള ഉപദേശങ്ങൾ പലതാണ്, പലരും ഉപദേശിക്കുന്നുണ്ട്, പല പ്രകാരത്തിൽ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ സർവജ്ഞനായ അങ്ങേക്കല്ലാതെ ആർക്കാണ് മോക്ഷമാർഗത്തെ ഉപദേശിക്കാനായിട്ട് അർഹതയുള്ളത്? ഉള്ളതുപോലെ പറഞ്ഞ് ധരിപ്പിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? അതിനാൽ സർവജ്ഞനായിട്ടുള്ള ഭഗവാനെ എനിക്ക് മോക്ഷമാർഗത്തെ ഉള്ളതുപോലെ പറഞ്ഞു തരാൻ കാരുണ്യമുണ്ടാവണം. എന്താണ് ജീവൻ്റെ ബന്ധം? അതെങ്ങനെ സംഭവിച്ചു? ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും പറഞ്ഞാൽ എന്താണ്? മായ എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയാദി കർമ്മങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ആരാണ് ഇതിനൊക്കെ കർത്താവായിട്ടുള്ളത്? അനാദിയായ കാലം മുതൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സംസാരക്കുടുക്കിൽ നിന്ന് ജീവന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും? അപ്പോൾ ഇപ്രകാരമുള്ള ലക്ഷ്മണൻ്റെ ചോദ്യത്തെ കേട്ടുകൊണ്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ലക്ഷ്മണനെ ആദ്യം തന്നെ ഒന്ന് അഭിനന്ദിച്ച് ചോദ്യങ്ങളെ നിരൂപിച്ചുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി എന്നാണ്. പ്രിയപ്പെട്ട ലക്ഷ്മണ, നിന്റെ ചോദ്യങ്ങളെ പുരസ്കരിച്ച നിഗൂഢമായിട്ടുള്ള വൈദിക തത്വത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ പറഞ്ഞ പോലെ ലോകത്തിലെ പലരും ജ്ഞാനത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിലും സത്യമായ ജ്ഞാനം എത്രയോ വിരളമാണ്. അതിനർഹതയുള്ള ആളുകളും എത്രയോ ചുരുക്കമാണ്. അതിനാൽ ശ്രദ്ധ വച്ച് കേൾക്കൂ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ മായയുടെ സ്വരൂപത്തെ പറയാം. പരമാർത്ഥത്തിൽ താനല്ലാതെ ശരീരാദ്യുപാധികളിൽ താനെന്ന തെറ്റായ അറിവ് തന്നെയാണ് മായ എന്ന് പറയുന്നത്. കയറെന്ന ബോധം മറഞ്ഞ് പാമ്പാണെന്ന തെറ്റായ യാതൊരു ബോധമുണ്ടാകുന്നുവോ അതേപോലെ അനാത്മവസ്തുക്കളിൽ നിലനിന്ന് വരുന്ന ആത്മബോധം തന്നെയാണ് ഈ മായാവിലാസം. മായയ്ക്ക് 2 രൂപമുണ്ട് എന്നാണ്. അതിന് വിക്ഷേപമെന്നും ആവരണമെന്നും പറയും. വിക്ഷേപശക്തിയാണ് 3 കാലത്തും ഇല്ലാത്ത നാമരൂപാത്മകമായ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നത് എന്നാണ്. അപ്പോൾ ആവരണശക്തി സത്യമായ പരമാത്മസ്വരൂപത്തെ സർവത്ര അനാവരണം ചെയ്ത് അറിയാൻ കഴിയാതാക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സംസാരം പൂർണ്ണമായി എന്നാണ്. അപ്പോൾ കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കണമെങ്കിൽ ആദ്യം കയറെന്ന ബോധം മറയണം, അല്ലേ? അതാണ് ആവരണം. അപ്പോൾ കയറെന്ന ബോധം മറയുന്നതോടെ പാമ്പെന്ന ബോധം പൊന്തി വരുന്നു എന്നാണ്. അത് വിക്ഷേപമാണ്. അപ്പോൾ ഇതുപോലെ സർവത്ര പരിപൂർണമായ പരമാത്മസ്വരൂപം ആവരണശക്തിയാൽ മറയപ്പെടുമ്പോൾ ഉടനെ വിക്ഷേപശക്തി പല നാമരൂപ ആകാരേണ വികസിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് ജഗത്ത്. അപ്പോൾ സ്വപ്നത്തിലും മനോരാജ്യത്തിലും കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ ഏത് പ്രകാരം 3 കാലത്തും ഇല്ലാത്തവയാണോ അതുപോലെ ദുഷ്ടമായ ഈ ജഗത്തും 3 കാലത്തും ഇല്ലാത്തത് തന്നെയാണ്. എങ്കിലും വർത്തമാനകാലത്ത്
അജ്ഞാനദൃഷ്ടിയിലുള്ളതായിട്ട് തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 3 കാലത്തും ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിൻ്റെ കർത്താവിനെ അന്വേഷിക്കേണ്ടത് ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ ഗഹനമായിട്ടുള്ള വേദാന്ത പ്രകരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കേട്ടാൽ ആർക്കും ഒന്നും ഉള്ളിലേക്ക് കയറിയെന്ന് വരില്ല. പല പ്രാവശ്യം കേട്ട് അത് മനസ്സിരുത്തി പഠിക്കുക. അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകി ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമ പാർവതി പദേ. ഹര ഹര മഹാദേവ.